Hi, this is JE Physics one shot on electric charges and fields. ഈ ഒരു ചാപ്റ്റർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഇതിലെ കംപ്ലീറ്റ് ഫോർമുലാസും മാക്സിമം കോൺസെപ്റ്റുകളും ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ചാപ്റ്റേഴ്സിൻ്റെയും വൺ ഷോട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് എല്ലാം പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്കും ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികൾക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ദാറ്റ് ഐ എം ഡാം ഷുവർ. ഓക്കെ, ശരി. അതുപോലെ മറ്റൊരു കാര്യം, ചില കുട്ടികൾ ചോദിച്ചിരുന്നു, സാർ ജെയ്ക്കുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരൂ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ അതിലെ കംപ്ലീറ്റ് ഫോർമുലാസ് ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പറിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് എന്നും എന്ത് ചെയ്യുക, അത് റിവൈസ് ചെയ്തിട്ട് ഫോർമുലാസ് ബൈ ഹാർട്ട് ആക്കുക. ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കാറുണ്ട് ഡയറക്റ്റായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ കിട്ടും അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇതിൻ്റെ ഫോർമുലാസ് ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് എഴുതി തീർക്കും കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ചിലപ്പോൾ പരിപാടി നടക്കില്ല. ശരി, ബാക്കി കാര്യങ്ങൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ശരി, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കാം, ഇതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ബോഡിയാണ്. ഇതിൽ നിന്നും ഞാൻ ഒരു ഇലക്ട്രോണെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇതിനെന്ത് കിട്ടും? ഇലക്ട്രോൺ പോകുമ്പോൾ പോസിറ്റീവ് ചാർജ് കിട്ടും അല്ലേ? പോസിറ്റീവ് 1e ചാർജ് കിട്ടി. സാർ 2 ഇലക്ട്രോണെ പുറത്തെടുത്തു കഴിഞ്ഞാലോ പ്ലസ് 2e ചാർജ് കിട്ടി. 3 എണ്ണത്തിന് പുറത്തെടുത്തു കഴിഞ്ഞാലോ പ്ലസ് 3e ചാർജ് കിട്ടി. ക്ലിയർ? ശരി. ഇനി ഒരു ന്യൂട്രൽ ബോഡി, ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രോണിനെ കൊടുത്തു. അപ്പോൾ എന്താ കിട്ടുക? ഇലക്ട്രോണെ കിട്ടുമ്പോൾ നെഗറ്റീവ് ചാർജ് നെഗറ്റീവ് 1e. സാർ 2 ഇലക്ട്രോണെ കൊടുത്താലോ നെഗറ്റീവ് 2e. 3 ഇലക്ട്രോണെ കൊടുത്തു കഴിഞ്ഞാലോ നെഗറ്റീവ് 3e. ക്ലിയർ? ഇതിനൊരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചാർജ് അല്ലെങ്കിൽ കിട്ടാവുന്ന ചാർജ് ഒന്നുകിൽ പ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ആയിരിക്കും. ഒന്നുകിൽ പ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ആയിരിക്കും അല്ലേ? ഒന്നുകിൽ പ്ലസ് ഓർ മൈനസ് 1e അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 2e പ്ലസ് ഓർ മൈനസ് 3e. ജനറലി പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ne അല്ലേ? സോർണോ എന്നെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 2 3 4 അങ്ങനെ ആയിരിക്കും. കണ്ടോ, ഈ രീതിയിലുള്ള നമ്പേഴ്സ് ആയിരിക്കും. സാർ ഫ്രാക്ഷൻ ആകുമോ? അര ഇലക്ട്രോണെ പുറത്തെടുക്കാൻ പറ്റുമോ? പറ്റില്ല. പറ്റുമായിരുന്നെങ്കിൽ അര ഈ ചാർജ് പോസിബിൾ ആയേനെ. പക്ഷേ അര ഇലക്ട്രോണായിട്ട് പുറത്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഫ്രാക്ഷണൽ ചാർജ് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ 1 2 3 4 എന്ന് എഴുതി. ക്ലിയർ? ശരി. അപ്പോൾ നമുക്കിവിടെ Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ne എന്ന് വിളിക്കാം. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ചാർജ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ആൽഫബറ്റാണ്. QH ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ശരി. നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത കാര്യത്തിലേക്ക് പോവാം. മെത്തേഡ് ഓഫ് ചാർജിങ്. ഇപ്പോൾ സാറ് പറഞ്ഞ് ഇലക്ട്രോണെ പുറത്തെടുത്താലും കൊടുത്താലും ഒക്കെ ചാർജ് കിട്ടും. ഇനി എങ്ങനെയാണ് സാർ പുറത്തെടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താ അങ്ങോട്ട് കൊടുക്കുക? അതിന് 3 വഴികളുണ്ട്. 3 വഴികളല്ല, വേറെയും വഴികളുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഇവിടെ പഠിക്കുന്നില്ല. ഈ ചാപ്റ്ററിൽ ബേസിക്കലി 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഫ്രിക്ഷൻ, 2 വസ്തുക്കളെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് വഴി ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. രണ്ടാമത്തെ വഴി ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഡക്ഷൻ. ഓക്കെ, ഇൻഡക്ഷൻ ഞാനിവിടെ പറയാം. ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പോസിറ്റീവ് ചാർജ്ഡ് റോഡ് ഉണ്ട്. ഇത് നിങ്ങളൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബോഡി, ചാർജ് ഇല്ലാത്തൊരു ബോഡിയുടെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിയിലെ നെഗറ്റീവ് ചാർജുകളൊക്കെ ഇവിടേക്ക് വരും, പോസിറ്റീവ് ചാർജൊക്കെ റിപ്പൽ ചെയ്ത് ഇവിടേക്ക് പോകും. ഇത് നിങ്ങൾ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എർത്തിൽ നിന്ന് ഇലക്ട്രോൺസ് വന്നിട്ട് എന്ത് ചെയ്യും, ഇതിനൊക്കെ ന്യൂട്രലൈസ് ചെയ്യും. അതായത് കുറച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ എന്താവും, ഫുൾ നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻഡക്ഷൻ വഴി ഓപ്പോസിറ്റ് ചാർജ് കിട്ടും. ഇൻഡക്ഷൻ വഴി ഓപ്പോസിറ്റ് ചാർജ് കിട്ടും. നെഗറ്റീവാണ് കൊണ്ടുപോയിക്കണമെങ്കിൽ ഇവിടെ എന്ത് കിട്ടും, ഇതിനെ പോസിറ്റീവ് ചാർജ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ശരി, അതറിഞ്ഞു വയ്ക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല കൂടി ഉണ്ട് ഇവിടെ, ശ്രദ്ധിക്കണം. കപ്പാസിറ്റർ പ്ലേറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ രീതിയിലുള്ള പ്ലേറ്റുകൾ, 2 പ്ലേറ്റുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന് ഞാൻ ഇവിടെ വരച്ച് വയ്ക്കുകയാണ് 2 പ്ലേറ്റുകൾ. ഈ പ്ലേറ്റിൽ Q1 ചാർജ് ഉണ്ട്, ഇതിൽ Q2 ചാർജ് ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ പ്ലേറ്റിൻ്റെ പുറത്ത് ഇത് അടുത്ത് കൊണ്ട് വയ്ക്കുമ്പോഴേ ഇൻഡക്ഷൻ വഴി ഇൻഡക്ഷൻ വഴി ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പുറത്ത് എന്ത് ചെയ്യും, ഈ പ്ലേറ്റിൻ്റെ ഔട്ട്സൈഡിൽ എന്തുണ്ടാവും, അവിടുത്തെ ചാർജ് Q1 പ്ലസ് Q2/2 ആയിരിക്കും. ഓക്കെ, ഈ പ്ലേറ്റിൻ്റെ ഔട്ട്സൈഡ് എത്ര ആയിരിക്കും, Q1 പ്ലസ് Q2/2 ആയിരിക്കും. 2 കൂടെ ആഡ് ചെയ്തിട്ട് /2 ചെയ്യുക. ഇതിൻ്റെ അകത്ത്, ഇതിൻ്റെ ഇൻസൈഡ്, ഇനി ഈ ഭാഗം ഉണ്ടല്ലോ, ഇൻസൈഡ് ചാർജ് എത്രയായിരിക്കും? ഇൻസൈഡ് എന്ന് പറയുന്നത് അവിടെയും Q1 പ്ലസ് Q2/2. ഇനി ഇതിൻ്റെ ഇൻസൈഡ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് Q1 മൈനസ് Q2/2 ആയിരിക്കും. Q1 മൈനസ് Q2/2 ആയിരിക്കും. ക്ലിയർ? ഈ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കൂടുതൽ പൊട്ടൻഷ്യൽ ആവശ്യം വരുന്ന ഫോർമുലയാണ്, ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കണം. അതായത് അടുത്ത ചാപ്റ്ററിൽ ആവശ്യം വരുന്ന ഫോർമുല. അടുത്തത് കണ്ടക്ഷൻ ആണ്. കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് റോഡ് കൊണ്ട് നിങ്ങളൊരു ന്യൂട്രൽ ബോഡീനെ ടച്ച് ചെയ്യണം.
ഇവിടെ ടച്ചിങ്ങിൻ്റെ കളികളാണ്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്ലസ് ചാർജ് കിട്ടും. സാർ ഞാൻ മൈനസ് കൊണ്ടുപോയിട്ടാണ് ടച്ച് ചെയ്യണമെങ്കിലോ നെഗറ്റീവ് ചാർജ് കിട്ടും. കണ്ടക്ഷൻ വഴി സെയിം ചാർജാണ് കിട്ടുക. ക്ലിയർ? ശരി, ഇവിടെ നമുക്കൊരു ഫോർമുല ഉണ്ട്. സാർ ഒരു ബോഡി ഇതിൻ്റെ ചാർജ് Q1, മറ്റൊരു ബോഡി ഇതിൻ്റെ ചാർജ് Q2. ഇതിന് നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ട്രാൻസ്ഫർ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഈ ബോഡിയുടെ ചാർജ് എത്രയാവും? ഇതിൻ്റെ ചാർജ് ആദ്യം Q1 ആയിരുന്നു, ഇപ്പോൾ എത്രയാവും? Q1 + Q2/2 ആവും. ഇതിൻ്റെ ചാർജ് എത്രയാവും? ഇതിൻ്റെ ചാർജും Q1 + Q2/2 ആവും. ക്ലിയർ? കണ്ടക്ഷൻ വഴി ചാർജ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇത് കഴിഞ്ഞ JEE 2024 ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യം വന്നിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ക്ലിയർ? ശരി, അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം. ചാർജ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, എങ്ങനെ ചാർജ് ഉണ്ടാക്കാമെന്ന് പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്ന കാര്യം, രണ്ട് ചാർജുകളെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാർജ് Q1 മറ്റൊരു ചാർജ് Q2, ആ ഡിസ്റ്റൻസ് അകലെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിടയിൽ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ? ഇത് പ്ലസും രണ്ടും പ്ലസ് ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും? രണ്ടും പ്ലസ് ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. രണ്ടും മൈനസ് ആണെങ്കിലോ അപ്പോഴും റിപ്പൽ ചെയ്യും. ഒന്ന് പ്ലസും മൈനസ് ആണെങ്കിലോ അട്രാക്ട് ചെയ്യും. അല്ലേ? ശരി, അപ്പോൾ ഇവർക്കിടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും രണ്ട് ചാർജുകൾ അടുത്തടുത്ത് വയ്ക്കുമ്പോൾ. ഈ ഫോഴ്സിൻ്റെ അളവെന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. കൂളംസ് ലോ. മാഗ്നിറ്റ്യൂഡ് K × Q1 Q2/r². K ഒരു കോൺസ്റ്റൻ്റ് ആണ്. കെയുടെ വാല്യൂ ഇതാണ്. ഇനി അതിനെ വലുതാക്കി എഴുതുമ്പോൾ K = 1/4πε0. ഇതിൽ ε0 എന്ന് പറയുന്നത് ആ ചാർജ് ഇരിക്കുന്ന എയറിലാണ് ഇരിക്കണമെന്ന് വിചാരിക്കും. ചാർജ് ഇപ്പോൾ എയറിലാണ് ഇരിക്കണമെന്ന് വിചാരിക്കും. ആ എയറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ε0. അതിൻ്റെ വാല്യൂ പഠിച്ചു വയ്ക്കണം. ക്ലിയർ? അപ്പോൾ ബേസിക്കലി ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ കെയുടെ വാല്യൂ 9 × 10⁹ നമ്മൾ എപ്പോഴും എടുക്കുക? രണ്ട് ചാർജുകൾ എയറിലിരിക്കുമ്പോൾ അവർക്കിടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ കെയുടെ വാല്യൂ ഇത് ഉപയോഗിക്കുക. സാർ വേറെ മീഡിയത്തിലാണെങ്കിലോ, വാട്ടറിലാണെങ്കിലോ, വേറെ മീഡിയത്തിലാണ് ചാർജ് ഇരിക്കണമെങ്കിലോ, നമ്മൾ എന്ത് ചെയ്യും? കെയുടെ വാല്യൂ വേറെ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ε0ക്ക് പകരം എന്ത് വരും? മീഡിയം മാറുമ്പോൾ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി εm വേണം നമ്മളോട് ഇട്ട് കൊടുക്കാൻ. ഓക്കെ, അതായത് Q1 Q2 വാട്ടറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ എപ്സിലോൺ വാട്ടർ ഇട്ട് കൊടുക്കണം. ക്ലിയർ? പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കണം. ക്ലിയർ? അപ്പോൾ ഈ പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഒരു മീഡിയത്തിലിരിക്കുമ്പോൾ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി നമുക്ക് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കണതിന് പകരം ഇവിടെ നമ്മൾ എയറിൻ്റെ പെർമിറ്റിവിറ്റി നമ്മൾ പറഞ്ഞല്ലേ, അതുപോലെ മീഡിയത്തിൻ്റെ പഠിക്കുക എന്ന് പറയുമ്പോൾ വലിയ വാല്യൂസ് ആയിരിക്കും. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേമാണെന്ത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി εr. ഇതൊരു നമ്പർ ആയിരിക്കടാ, 1 2 3 അങ്ങനത്തെ നമ്പർ ആയിരിക്കും. ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട്, അത്രേ ഉള്ളൂ ഇതിൻ്റെ ആവശ്യം കേട്ടോ. അപ്പോൾ εr എന്ന് പറഞ്ഞാൽ എന്താ? ε_μ/ε0 ആണ്. അപ്പോൾ നമുക്ക് ആവശ്യം μ ആണ് അല്ലേ? യെസ് ഓർ നോ? മീഡിയത്തിലെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? 1/4πε_m × Q1 Q2/r². അപ്പോൾ ഇവിടെ εm നമ്മൾ ഓർത്ത് വയ്ക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? εr ഓർത്ത് വയ്ക്കും. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? εm എന്ന് പറഞ്ഞാൽ എന്താ? εr × ε0 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് നമ്മൾ ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഫോർമുല ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക, ഇതും കൂടെ ഓർത്ത് വയ്ക്കുക. മീഡിയത്തിൽ രണ്ട് ചാർജുകൾ, അതായത് നമ്മൾ എന്ത് ചെയ്തു? എയറിൽ വെച്ചു. അപ്പോൾ അവർക്കിടയിലുള്ള ഫോഴ്സ് F0. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇതേ രണ്ട് ചാർജുകളെ അതേ ഡിസ്റ്റൻസ് അകലെ ഒരു മീഡിയത്തിൽ കൊണ്ടുവച്ചു, ഏതെങ്കിലും ഒരു മീഡിയത്തിൽ കൊണ്ടുവച്ചു. അപ്പോൾ അവർക്കിടയിലുള്ള ഫോഴ്സ് എന്ത് സംഭവിക്കും? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഫോഴ്സ് ഇൻ മീഡിയം എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻ എയർ, അതിനെ ഞാൻ F0 എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ r ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഈ K എന്താണ് സാർ? എടാ, ഈ εr വിളിക്കുന്ന വേറെ പേരാണെന്ത്? K. ഈ K അല്ല കേട്ടോ, ഇത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ആ K അല്ല. ഇവിടെ നമ്മുടെ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുക. ശ്രദ്ധിച്ചിരിക്കുക. റിലേറ്റീവ് പെർമിറ്റിവിറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അതാണ് ഈ എഴുതിയിരിക്കുന്ന K. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, εr പകരമാണ് ഞാനിവിടെ K എഴുതിയിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ശരി. അപ്പോൾ ഇവിടെ K ഓഫ് കണ്ടക്ടറിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, വാട്ടറിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിൻ്റെ വാല്യൂ 80 ആണ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. ക്ലിയർ? പറഞ്ഞ മനസ്സിലായോ? ഇത് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് K ആണ്. ഈ K അല്ല, ഈ K. ഇത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്.
മനസ്സിലായോ? അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, രണ്ടും സെയിം സാധനമാണ് നമ്മുടെ സിലബസിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം സാധനം. ഓക്കെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ അടുത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നൾ പോയിന്റ് എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ആണ്, എക്സാമിന് ചോദിക്കാൻ നല്ല പ്രോബബിൾ ആയിട്ടുള്ള സാധനമാണ്, ശ്രദ്ധിക്കാം. നൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ചാർജുകൾ എടുത്തു വെച്ചു, അതായത് ഒരു Q1 ചാർജ്, Q2 ചാർജ്. ഓക്കെ, നമുക്ക് 2 കേസുകളാണുള്ളത്. ആദ്യത്തേത് ലൈറ്റ് ചാർജ് ആണ്. ലൈറ്റ് ചാർജ് ഞാൻ എക്സാമ്പിൾ എഴുതാം. ലൈറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഇത് +Q, ഇത് +4Q. കണ്ടോ, ലൈറ്റ് ചാർജ് ആണ്, പക്ഷെ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആണ്, അളവ് വ്യത്യാസമുണ്ട്. രണ്ടും പ്ലസ് ആണ്, പക്ഷെ അളവ് വ്യത്യാസമുണ്ട്. ഇവിടെ 1Q, ഇവിടെ 4Q. അപ്പോൾ നൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിടയിൽ ഏതോ ഒരു പോയിന്റിൽ നമ്മളൊരു തേർഡ് ചാർജിനെ കൊണ്ടുവയ്ക്കുമ്പോൾ തേർഡ് ചാർജ് അവിടെ എന്ത് ചെയ്യും, അനങ്ങാതിരിക്കും. മനസ്സിലായോ? ഇതിനിടയിൽ നമ്മളൊരു തേർഡ് ചാർജിനെ കൊണ്ടുവയ്ക്കുമ്പോൾ തേർഡ് ചാർജ് എന്ത് ചെയ്യും, അനങ്ങാതിരിക്കും. ആ പോയിന്റാണ് നൾ പോയിന്റ്. അതായത് തേർഡ് ചാർജിൻ്റെ മേൽ ഫോഴ്സ് ആക്ട് ചെയ്യില്ല എന്ന് പറയാം. അതല്ലെങ്കിൽ ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്ന് പറയാം. അപ്പം നൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, 2 ചാർജുകൾക്കിടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത പോയിന്റ്. വേറെ രീതിയിൽ പറയുമ്പോൾ ആ പോയിന്റിൽ തേർഡ് ചാർജിനെ കൊണ്ടുവയ്ക്കുമ്പോൾ ആ ചാർജിൻ്റെ മേൽ ഫോഴ്സ് അനുഭവപ്പെടില്ല, ഫോഴ്സ് ഇല്ലാത്ത പോയിന്റ്. 2 രീതിയിലും പറയാട്ടോ നൾ പോയിന്റിന്. അപ്പോൾ ഈ ഒരു കേസിൽ നൾ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്: √Q1/Q2 ഇൻറ്റു √Q1/√Q2 + √Q1 ഇൻറ്റു L. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിടയിലുള്ള ലെങ്ത് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ ഇത് ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എക്സ്, ഇവിടെ നൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ദൂരം എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, Q1 വാല്യൂ എത്രയാ, ഇതാണ് Q1, ഇതാണ് Q2 അല്ലേ. ഇവിടെ ശ്രദ്ധിക്കടാ, ഇവിടെ ഒരു കാര്യം ഞാൻ 2 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഫോർമുലയിൽ Q1 എന്ന് പറയുന്നത് Q2വിനേക്കാളും ചെറുതായിരിക്കണം, ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഫോർമുല എഴുതുമ്പോൾ Q1 എന്തായിട്ട് എടുക്കണം, ഇവിടെ എത്രയാ, Q1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, യെസ് ഓർ നോ, 1 ഡിവൈഡഡ് ബൈ Q2 എത്രയായിട്ട് എടുക്കണം, 4 ആയിട്ട് എടുക്കുക. Q2 എന്ന് പറയുന്നത് 4 ആയിട്ട് എടുക്കുക, 4 + Q1 1 ആയിട്ട് എടുക്കുക, ഇൻറ്റു ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് L എന്ന് എടുക്കുക. ക്ലിയർ? ഇങ്ങനെ വേണം എടുക്കുക. മനസ്സിലായോ? Q1 എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ചാർജിനെ ഈ ഫോർമുലയിൽ Q1 ആയിട്ട് എടുക്കുക, വലിയ ചാർജിനെ Q2 ആയിട്ട് എടുക്കുക. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നൾ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും ചെറിയ ചാർജിൻ്റെ അടുത്തായിരിക്കും. ചെറിയ ചാർജ് ആരാണ് സാർ, Q1 അല്ലേ ചെറിയ ചാർജ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ചെറിയ ചാർജിൻ്റെ അടുത്തായിരിക്കും എപ്പോഴും നൾ പോയിന്റ് വരിക. അതായത് ചെറിയ ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എക്സ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. ഈ കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. ക്ലിയർ? മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ കാണിച്ചു തരാം. രണ്ടാമത്തെ കേസ് കൂടെ പറഞ്ഞുതരാം. അൺലൈക്ക് ചാർജസ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്. നമ്മുടെ ഇതിലൂടെ അൺലൈക്ക് ചാർജസ് ആണ്. ഇവിടെ +Q ഉണ്ട്, ഇവിടെ ഒരു -9Q ഉണ്ട്. കണ്ടോ? ഇവർക്കിടയിൽ നൾ പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്കുള്ള ഫോർമുല ഇതാണ്. എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് √Q1/√Q2 - √Q1. ഇവിടെയും Q1 എന്ന് പറയുന്നത് ചെറിയ ചാർജ് ആയിരിക്കണം. ചെറിയ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ, 1Q അല്ല, അപ്പോൾ 1 എഴുതി ഡിവൈഡഡ് ബൈ Q2 എത്രയാ, Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എഴുതി, Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 എഴുതി, -Q1 1 എഴുതി, ഇൻറ്റു എന്ത് എഴുതണം, L കൊണ്ട് ഇൻറ്റു വേണം. കണ്ടോ? അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചാർജിൽ നിന്നുള്ള ദൂരമായിരിക്കും എക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ശരി. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഈ 2 ഫോർമുലാസാണ് നമുക്ക് നൾ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യമുള്ളത് കേട്ടോ. അത് ഞാൻ ചെയ്ത് കാണിച്ചെന്നു. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനുകൾ അറ്റംപ്റ്റ് ചെയ്യുക. ക്ലിയർ? ശരി. ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനിയുള്ളത് വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മളെ ഈ ഒരു ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് അത് പോയിന്റ് ചാർജുകൾക്ക് വേണ്ടി മാത്രമാണ്. Q1 Q2 എന്ന് ഞാൻ നേരത്തെ എടുത്തത് ആക്ച്വലി എന്തായിരുന്നു, പോയിന്റ് ചാർജുകളാണ്. ഇവർക്കിടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ഈ ഫോർമുല. അതേസമയം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഫോർമുല. ഡയറക്റ്റായിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഫോർമുല അറിയെങ്കിൽ അത് തന്നെ എഴുതി വെച്ചാൽ മതിയായിരുന്നു. നമ്മൾ ഇൻ്റഗ്രേഷൻ വഴി കണ്ടുപിടിക്കുന്ന ആൻസറാണ്. ഫോർമുല അറിയണവർക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിച്ച് എഴുതി വയ്ക്കാം. അപ്പോൾ ചോദിക്കുകയാണ്, ഇങ്ങനത്തെ ഒരു റോഡുണ്ട്, ഇതിൽ നിന്നും D ഡിസ്റ്റൻസ് അകലെ ഇവിടെ ഒരു പോയിന്റ് ചാർജ് ഉണ്ട്, Q പോയിന്റ് ചാർജ്. ഇവർക്കിടയിലുള്ള ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ക്യാപിറ്റൽ Q ആണ്, ഇതിൻ്റെ ലെങ്ത് L ആണ്. ഇവർക്കിടയിലുള്ള ഫോഴ്സ് നമുക്ക് ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇത് പോയിന്റ് ചാർജിനുള്ള ഫോർമുലയാണ്. ഇതെന്ന് പറഞ്ഞാൽ പോയിന്റ് ചാർജാണ് അല്ലേ, ഇതൊരു വലിയൊരു ചാർജാണ് അല്ലേ, ഇതൊരു തടിക്കഷ്ണം ചാർജാണിത്. ദിസ് ഈസ് കണ്ടിന്യൂസ് ചാർജ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ചാർജ് മൂലം നമുക്ക്
ഈ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ K ഇൻറ്റു Q ബൈ ഡിസ്റ്റൻസ് എന്താണ് ഇട്ട് കൊടുക്കുക സാർ? ഈ ഡിസ്റ്റൻസ് ആണ് ഇട്ട് കൊടുക്കുക. ഈ ചാർജ് എന്ന് പറയുന്നത് ഇതിൽ എല്ലായിടത്തും ഇരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എവിടേക്കുള്ള ഡിസ്റ്റൻസ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഇടണ്ടേ? പ്രശ്നം വന്നില്ലേ? സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, ജസ്റ്റ് മെത്തേഡ് പറയാം. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എക്സ് ഡിസ്റ്റൻസ് ആക്കില്ല നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു സ്ട്രിപ്പ് കട്ട് ചെയ്യും, ചെറിയൊരു കഷ്ണം എടുക്കും. ആ ചെറിയ കഷ്ണത്തിൻ്റെ ചാർജ് എന്തായിരിക്കും? ചെറിയ ചാർജ് DQ കണ്ടോ. ടോട്ടൽ Q ചെറിയ കഷ്ണത്തിൻ്റെ എന്തായിരിക്കും DQ. സാർ ഇതിനൊരു പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? പറ്റും. അങ്ങനെയെങ്കിൽ ഈ Q മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ? DQ എന്ന് പറയുന്ന എക്സ് ഡിസ്റ്റൻസ് ആക്കില്ല. അപ്പോൾ ചെറിയ ഇലക്ട്രിക് ഫീൽഡ് ചെറിയ ഫോഴ്സ്, ഇവർക്കിടയിലുള്ള ചെറിയ ഫോഴ്സ് എന്തായിരിക്കും? K ഇൻറ്റു DQ ഇൻറ്റു Q/x². കണ്ടോ. ഇത് കണ്ടുപിടിച്ചതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഈ കംപ്ലീറ്റ് റോഡും ഇതും തമ്മിലുള്ള ഫോഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ ഫോർമുല കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഈ രീതിയിൽ കൂടെയാണ് നമുക്ക് ഈ ഫോർമുല കിട്ടുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഫോർമുല ബൈ ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, മെത്തേഡ് ഇങ്ങനെയാണ്, ഇൻ്റഗ്രേഷൻ വഴിയാണ് നമുക്ക് ഈ ഫോർമുല കിട്ടുന്നത്. ക്ലിയർ? ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അപ്പോൾ കാര്യങ്ങളൊക്കെ ഓർക്കുക കേട്ടോ. ഇത് എല്ലാവരുടെയും എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ പഠിക്കുക. രണ്ടാമത്തത് ഇതൊരു റിംഗ് ആണ്. ഒരു റിങ്ങിൻ്റെ ആക്സിസ് ആണിത് കണ്ടോ. ഒരു റിങ്ങിൻ്റെ ആക്സിസ്, അതായത് ഇങ്ങനെയാണ് റിങ്ങിനെങ്കിൽ അതിൻ്റെ സെൻട്രിൽ കൂടെ പോകുന്ന വരെയാണ്, അതാണ് ആക്സിസ്. അപ്പോൾ ആക്സിസിൽ എക്സ് ഡിസ്റ്റൻസ് അകലെ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. ഇവർക്കിടയിലുള്ള ഫോഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. റിങ്ങിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, K ഇൻറ്റു ക്യാപിറ്റൽ Q സ്മോൾ Q x ബൈ. ക്ലിയർ? എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ Q എന്ന് പറഞ്ഞാൽ എന്താ? റിങ്ങിൻ്റെ മേലുള്ള ടോട്ടൽ ചാർജ്. ക്ലിയർ? ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. സപ്പോസ് Q എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. നമ്മുടെ റിങ്ങിലുള്ളത് പോസിറ്റീവ് ചാർജ് ആണ്. ഇവിടെ ഇരിക്കുന്ന ചാർജ് സ്മോൾ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇലക്ട്രോൺ ആണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ എക്സ് വളരെ സ്മോൾ ആണ്. എക്സ് എന്താ? വളരെ സ്മോൾ ആണ്. ഇതാണ് റിങ്ങെങ്കിൽ ഇവിടെയാണ് ഇലക്ട്രോൺ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ പ്ലസ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് പിടിച്ച് അട്രാക്ട് ചെയ്യും. കണ്ടോ, അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരും. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതെങ്ങനെയാണ് സാർ മനസ്സിലായത്? നിങ്ങളുടെ എക്സിൻ്റെ വാല്യൂ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ x0 എന്നിട്ട് കൊടുത്ത് ഇലക്ട്രിക് ഫീൽഡ് സെൻറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ്, ഇതിൻ്റെ സെൻറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ? യെസ്, സെൻറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ സെൻറ്റർ എത്തുമ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, പിന്നെ പുഷ് ചെയ്യില്ല, ഫോഴ്സ് ഇല്ല. പക്ഷേ ഇനേർഷ്യ ഓഫ് മോഷൻ കാരണം ഇയാൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകും, ഇവിടേക്ക് വരും ഇലക്ട്രോൺ. അപ്പോൾ ഈ പ്ലസ് വീണ്ടും അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അതായത് ചുരുക്കത്രേ ഉള്ളൂ സംഭവം. ഇതിപ്പോൾ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഇലക്ട്രോൺ നോക്ക്, ഈ Q എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. എക്സ് വളരെ ചെറുതാണെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് SHM എക്സിക്യൂട്ട് ചെയ്യും. അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് വളരെ ചെറുതാണെങ്കിൽ x² ടൈം ഇതിൽ നിന്ന് പോകും. എക്സ് വളരെ ചെറുതാകുമ്പോൾ x² നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. ഫോഴ്സിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ SHMൻ്റെ കണ്ടീഷൻ എന്താ? ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു എക്സ് ആണ്. ആ കണ്ടീഷനോട് സാറ്റിസ്ഫൈ ആവുന്നുണ്ട് കണ്ടോ. ഫോഴ്സും എക്സും തമ്മിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. SHMൻ്റെ കണ്ടീഷനാണത്. അപ്പോൾ ഇതിവിടെ ചാർജ് XHM എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു ടൈം പീരീഡ് ഉണ്ടായിരിക്കും, ആംഗുലാർ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? m⍵² ആയിട്ട് ഈ ഫോഴ്സിൻ്റെ ഇക്വേഷനായിട്ട് ഇതിന് ഇക്വേറ്റ് ചെയ്ത് ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഫോർമുലാസൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ചോദിക്കാം, ഡയറക്റ്റായിട്ട് ചോദിക്കാം. ചിലപ്പോൾ ടൈം പീരീഡ് ചോദിക്കും. ടൈം പീരീഡ് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/t, ദിസ് ഈസ് ഒമേഗ അല്ലേ. അപ്പോൾ ടൈം പീരീഡ് എന്തായിരിക്കും? 2π/ω, ഇതായിരിക്കും ടൈം പീരീഡ്. അതും ചോദിക്കാം. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ക്ലിയർ? രണ്ടാമതൊരു ഗ്രാഫാണ്, പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഗ്രാഫാണ്. അതായത് ഇവിടെ ഒരു കാര്യം കൂടെ, ഇത് ഡയറക്റ്റായിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചതാണ്. ഇത് ഒരു എന്താ പറയുക, റിംഗ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ് മാക്സിമം ആവാന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചിരുന്നു. ശരി, അതിൻ്റെ വഴി നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾ ഡയറക്റ്റായിട്ട് എന്ത് പഠിക്കുക? ഇലക്ട്രിക് ഫീൽഡ് എവിടെ മാക്സിമം ആവുക? R/√2. കണ്ടോ, ഇതിൻ്റെ ഗ്രാഫാണ് കേട്ടോ. സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് 0, പിന്നെ ഇങ്ങനെ കൂടി 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 ഇങ്ങനെ പോകും. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും വരും കണ്ടോ. നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടി കൂടി ഇങ്ങനെ പോകും കണ്ടോ. സെൻട്രൽ 0 ആണ്. സെൻട്രൽ 0 ആണ്. മാക്സിമം ആവുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? റേഡിയസിൻ്റെ /√2. ആ ഡിസ്റ്റൻസ് അകലെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ആരുടെ കേസിലാണ്? ചാർജഡ് റിങ്ങിൻ്റെ കേസിൽ R/√2 ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആയിരിക്കും. പഠിച്ചു വയ്ക്കില്ലേ? ഗ്രാഫ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോഴ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു പൂവിന് മണമുണ്ടല്ലേ, പൂവിന് മണമുള്ളതുപോലെ ചാർജിന് ചുറ്റും ഉള്ള സാധനമാണ് ഇത് ഇലക്ട്രിക് ഫീൽഡ്. പൂവിൻ്റെ മണം കാണാൻ പറ്റുമോ? ഇല്ല, പക്ഷേ മണത്ത് കഴിഞ്ഞാൽ മണം ഉണ്ടല്ലേ, സ്മെല്ലുണ്ട്. അതുപോലെയാണ് ഇലക്ട്രിക് ഫീൽഡും. ചാർജിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, പക്ഷേ കാണാൻ പറ്റും? കാണാൻ പറ്റില്ല, പക്ഷെ അത് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഫോഴ്സ് പെർ ചാർജ്. ഫോഴ്സ് പെർ ചാർജ്, ഫോഴ്സിനെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഇതാണ്. ഇനി ഇതൊക്കെ നോക്കുക, കണ്ടക്ടറിൻ്റെ അകത്ത് ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ അകത്ത് എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. കണ്ടക്ടറിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അത് മനസ്സിലാക്കുക. ഇനി നമ്മളൊരു ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവച്ചു. കണ്ടോ, ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇതിലേക്ക് ഞാനൊരു ചാർജിനെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ചാർജിൻ്റെ മേലൊരു ഫോഴ്സ് അനുഭവപ്പെടും. ചാർജിൻ്റെ മേൽ ഫോഴ്സ് അനുഭവപ്പെടും. പ്ലസ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് QE ആയിരിക്കും. ക്ലിയർ? ഇനി ഇതേ ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മൾ മൈനസ് ചാർജിനാണ് കൊണ്ടുവയ്ക്കണമെങ്കിലോ, മൈനസ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫോഴ്സ് അനുഭവപ്പെടുക. ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? QE തന്നെയായിരിക്കും. ക്ലിയർ? അപ്പോൾ ഫോഴ്സിൻ്റെ വാല്യൂ QE. ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവയ്ക്കുമ്പോൾ ഫോഴ്സ് അനുഭവപ്പെടും, വാല്യൂ QE. പ്ലസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് പോകും, മൈനസ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക്. ഇതെങ്ങനെ മനസ്സിലായി സാർ? നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എവിടേക്കാണ്? +C മൈനസിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. പ്ലസ് കൊണ്ടുവയ്ക്കുമ്പോൾ പ്ലസ് എന്ത് ചെയ്യും? മൈനസിൻ്റെ അടുത്തേക്ക് പോകും. ഇവിടെ നമുക്ക് മൈനസ് ചാർജാണ് കൊണ്ടുവയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? പ്ലസിൻ്റെ അടുത്തേക്ക് വരും. ക്ലിയർ? ഓക്കെ, വാല്യൂ, ഫോഴ്സിൻ്റെ വാല്യൂ QE വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും കൂടെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേൽ ഫോഴ്സ് അനുഭവപ്പെടും. ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ആക്സലറേഷൻ ഉണ്ടാവും. ആക്സലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? സോറി, ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ മാസ് അല്ലേ? ഫോഴ്സ് ബൈ മാസ് അല്ലേ? അപ്പോൾ ചാർജ് ഫീൽഡിൽ ഇരിക്കുമ്പോൾ ഫോഴ്സ് ഉണ്ടായി, ആക്സലറേഷൻ QE ബൈ വച്ച ചാർജിൻ്റെ മാസ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫോർമുലാസ് ആണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു പെൻഡുലം കണ്ടോ, ഇതൊരു പെൻഡുലം. ഇതിൽ നമ്മളൊരു മാസ്, ഇത് ചാർജ് ഉണ്ട്, ചാർജ് +Q m മാസ് കണ്ടോ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് താഴ്ത്തിക്കാണ്. പ്ലസ് ചാർജ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിലേക്ക് പ്ലസ് ചാർജ് വയ്ക്കുമ്പോൾ ആ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡിലേക്ക് മൈനസ് ചാർജ് വയ്ക്കുമ്പോൾ ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക അല്ലേ? പ്ലസ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലാണ് ഫോഴ്സ്, മൈനസ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റാണ് ഫോഴ്സ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലസ് ചാർജ് വെച്ചപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ എന്തുണ്ടായി? ഫോഴ്സ് ഉണ്ടായി. അപ്പോൾ ആ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഉണ്ടായി. ക്ലിയർ? അപ്പോൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താ സാർ? ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π√L/g അല്ലേ? ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ എങ്കിൽ എന്താ ഇവിടെ G ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കാരണം പുതിയ ആക്സലറേഷൻ കൂടി ഉണ്ടായി. ആക്സലറേഷൻ കണ്ടുപിടിച്ചില്ലേ? QE/m. അപ്പോൾ അതും കൂടെ അവിടെ ഇട്ട് കൊടുക്കുക. ക്ലിയർ? E എന്ന് പറഞ്ഞ ഇലക്ട്രോണാണ് ചാർജ് ആയിട്ട് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് E/m എന്നിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ? ശരി, ഇതൊരു ഒരു +E ചാർജ് ആണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചാർജ് ഇവിടെ Q എന്ന് പറയുന്നത് +E എന്ന് എടുത്തിട്ടാണ് ഇവിടെ E ഇട്ട് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? രണ്ടാമത്തെ കേസ് നോക്കുക. ഇത് നമുക്ക് നെഗറ്റീവ് ചാർജാണ്, ഇലക്ട്രിക് ഫീൽഡ് താഴത്തേക്ക്, ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ്. അപ്പോൾ ആ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ താഴത്തേക്കുള്ള Gയിൽ നിന്നും മുകളിലേക്കുള്ള ആക്സലറേഷൻ മൈനസ് ചെയ്യണം. ക്ലിയർ? ശരി, ഇനി ഇത് നോക്കുക. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടടാ. ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ എന്താ അവസ്ഥ? ഇവിടെ ഈ ഡയറക്ഷനിലേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കണ്ടോ. ആദ്യത്തെ കേസിൽ 2 കേസിലും ഇലക്ട്രിക് ഫീൽഡ് താഴത്തേക്കായിരുന്നു, ചാർജ് ഡിഫറെൻ്റ് ആയിരുന്നു. ഇവിടെയോ? ഇവിടെ പ്ലസ് ചാർജാണ് അല്ലേ? അങ്ങോട്ടേക്കാണ് ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ ഫോഴ്സ് അങ്ങോട്ടേക്കായിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്തുണ്ടാവും? ഒരു ആക്സലറേഷൻ ഉണ്ടാവും, ഇങ്ങോട്ടേക്ക് ഒരു ആക്സലറേഷൻ ഉണ്ടാവും. അതുപോലെ താഴത്തേക്ക് എന്തുണ്ട്? G ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ടുപേരും റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? √ഓവർ പറ. ഈ രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് ഈ ഡയറക്ഷനിലായിരിക്കും എന്ത്? നെറ്റ് ആക്സലറേഷൻ. അതെങ്ങനെ കണ്ടുപിടിക്കുക? √ഓവർ G² + A² അല്ലേ? അപ്പോൾ T × 2π T = 2π√L/g എന്ന് പറയുമ്പോൾ എന്തിട്ട് കൊടുക്കണം? രണ്ട് പേരുടെയും റിസൾട്ടൻ്റ് ആയിട്ടുള്ള ആക്സലറേഷൻ എന്താ? √G² + A². അപ്പോൾ √G² പ്ലസ് ആക്സലറേഷൻ്റെ സ്ക്വയർ, ആക്സലറേഷൻ ഇതല്ലേ, അതിൻ്റെ സ്ക്വയർ ഇട്ട് കൊടുത്തു. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്ലിയർ? ഓക്കെ, അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാണ്. സാർ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? E = F/Q.
അല്ലേ? ഇത് ആർക്ക് വേണ്ടിയാണ് സാർ ഉപയോഗിക്കുക? പോയിന്റ് ചാർജിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക. പോയിന്റ് ചാർജ് നിങ്ങൾ ഇങ്ങനെയും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു KQ/R², അല്ലേ? ഇതിൽ നിന്നാണ് ഇത് കിട്ടുന്നത്, KQ/R². ഇത് ആർക്ക് വേണ്ടി ഉപയോഗിക്കുക? പോയിന്റ് ചാർജസിന് വേണ്ടിയാണ്. ഓക്കെ, കണ്ടിന്യൂസ് ചാർജിനപ്പം എന്താ ചെയ്യുക? നേരത്തെ നമ്മൾ ഫോഴ്സിൻ്റെ പറഞ്ഞ അതേ കഥ തന്നെ നമ്മളിവിടെ പറഞ്ഞില്ല, അതേ കഥ തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലുണ്ട്. കണ്ടോ, Q ചാർജ് കൊടുത്തു L ലെങ്ത് ഉള്ള കണ്ടക്ടറിന്. ഓക്കെ, D ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നമ്മൾ ഫോഴ്സ് ഇവിടെ കണ്ടുപിടിച്ചില്ലേ, ഫോഴ്സിനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് കിട്ടും, അല്ലേ? ഇവിടെ Q ഉണ്ടാവില്ല. ഫോർമുല ശരിയല്ലേ? യെസ് ഓർ നോ? ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് സിംഗിൾ ചാർജിനാണ്, അല്ലെങ്കിൽ പോയിന്റ് ചാർജിനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻ്റഗ്രേഷൻ വഴിയാണ് നമ്മൾ ഈ ഫോർമുല കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫോഴ്സിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്ന് പറയാം, അതല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വയ്ക്കാം. അടുത്തതെന്ന് പറയുന്നത് ഒരു റിംഗ് ആണ്. കണ്ടോ, റിംഗ് അല്ലത്, ഇതെന്താ സാധനം? ആർക്കാണ്. ഒരു ആർക്കിലേക്ക് ചാർജ് കൊടുത്തു, ആർക്കിൽ ചാർജ് കൊടുത്തു. അപ്പോൾ ആർക്കിലേക്ക് ചാർജ് കൊടുത്തു. ഇവിടുത്തെ ആംഗിൾ തീറ്റയാണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഫോർമുല ഇതാണ്, 2K λ/R × sin θ/2. ഇവിടെ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ചാർജിൻ്റെ ഡെൻസിറ്റിയാണ്. ചാർജ് ഡെൻസിറ്റിയാണ് ലാംഡ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സിഗ്മ, ലാംഡ, റോ, 3 തരം ചാർജ്. ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഞാനത് പറയാത്ത കേട്ടോ. അതെന്തായാലും ബോർഡ് സ്റ്റേറ്റുകാർക്ക് ആർക്കായാലും എന്തായാലും സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. ഇതിൽ ലാംഡ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ദെൻ സൈൻ ഇവിടുത്തെ ആംഗിളിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് 60 ആണെങ്കിൽ sin 30/2. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. ഓക്കെ, ആർക്കിൻ്റെ കേസിൽ. ഇനിയുള്ളതൊരു ചാർജ്ഡ് വയറാണ്. കണ്ടോ, ഒരു വയറിലേക്ക് ചാർജ് കൊടുത്തു. അപ്പോൾ വയറിലേക്ക് ചാർജ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കി R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് എടുത്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കേസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ 2 കമ്പോണൻസ് ആയിട്ടാണ് പറയുക. ഇതിൽ ഈ പെർപെൻഡിക്കുലർ, ഈ റോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ഉണ്ട്. കണ്ടോ, അതാണ് ഈ പെർപെൻഡിക്കുലർ. പിന്നെ ഈ റോഡിന് പാരലൽ ആയിട്ടുള്ള കമ്പോണൻ്റ് ഉണ്ട്, അതാണ് ഈ പാരലൽ. അപ്പോൾ പെർപെൻഡിക്കുലറിന് ഇതാണ് ഫോർമുല, പാരലിന് ഇതാണ് ഫോർമുല, പെർപെൻഡിക്കുലറിന് ഇതാണ് ഫോർമുല. ഓക്കെ, ടേംസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. R എന്ന് പറഞ്ഞ ടേംസ് മനസ്സിലാക്കണം. R എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം, φ1 എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, φ2 എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ. ക്ലിയർ? ഇനി ഒരു 2 സ്പെഷ്യൽ കേസാണ്. ഈ വയർ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ലോങ് ആണെന്ന് വിചാരിക്കും. വയർ എന്ന് പറയുന്നത് വളരെ വലുതാണ്, ഇൻഫൈനൈറ്റ് ലോങ് വയറാണെന്ന് വിചാരിക്കും. ഇൻഫൈനൈറ്റ് ലോങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കണമെന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് വയർ. ഓക്കെ, ഇതാണ് പോയിന്റ്, ഇതാണ് R. ഓക്കെ, ഇത് θ1, ഇത് θ2. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് ഫൈനൈറ്റ് വയർ ആകുമ്പോൾ, വയർ ഇത്രയേ ഉള്ളൂ വയർ ഇത്രയേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോർമുല കണ്ടോ, ഈ ഫോർമുല ഉപയോഗിക്കും. ഇനി വയർ ഇൻഫൈനൈറ്റ് ലോങ് ആണെന്ന് വിചാരിക്കും. ഈ വയർ ഇൻഫൈനൈറ്റ് ലോങ് ആകുമ്പോഴേ ഈ ആംഗിൾ എന്താ സംഭവിക്കുക? ഇവിടെ വരെ വയറുള്ളെങ്കിൽ നമുക്ക് വയർ ഇവിടെ വരെ ഉണ്ടെങ്കിൽ ആംഗിൾ ഇത്ര ഉണ്ടാവും. ഇപ്പോൾ വയർ ഇത്ര ഉണ്ടെങ്കിലോ ആംഗിൾ എന്ത് ചെയ്യും? വീണ്ടും വലുതാവും. ഇപ്പോൾ വയർ വീണ്ടും വലുതായാലും ആംഗിൾ എന്ത് ചെയ്യും? വയർ വലുതാവും തോറും ആംഗിൾ കൂടി വയർ ഇൻഫിനിറ്റി വരെയാണെങ്കിൽ ആംഗിൾ എത്രയായിരിക്കും? 90. വയർ ഇൻഫിനിറ്റി വരെയാണെങ്കിൽ ആംഗിൾ എത്രയായിരിക്കും? 90 ആയിരിക്കും. θ1 90. അതുപോലെ താഴത്തേക്ക് എന്തുണ്ട്? ഇൻഫിനിറ്റി വരെയുണ്ടെങ്കിൽ θ2 എത്രയായിരിക്കും? 90 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർമുലയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ θ1 = θ2 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നോക്കടാ, ഈ ടൈം എന്ത്? ഇത് രണ്ടും മൈനസ് ആയി പോകും. അതായത് ഇൻഫൈനൈറ്റ് വയറിലൊന്നും ഉണ്ടാവില്ല, പാരലൽ കമ്പോണൻ്റ് ഉണ്ടായിരിക്കില്ല. അതായത് ഇൻഫൈനൈറ്റ് വയറിൻ്റെ കേസിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 2K λ/R. ഇത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള വയറിൻ്റെ R ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? 2K λ/R. ഈ ഡയറക്ഷനിലേക്ക്. പ്ലസ് ആണെങ്കിൽ ഈ ഡയറക്ഷൻ, മൈനസ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക്, ഇത് പഠിച്ചു വയ്ക്കുക. ഇൻഫൈനൈറ്റ് വയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് 2K λ/R. 2K λ/R. ഓക്കെ, ഇത് നമ്മൾ ഗോസസ് ലോയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ബോർഡ് അല്ലേ? ഗോസസ് ലോ കൂടെ ഡിറൈവ് ചെയ്യുന്നുണ്ട്, അതേ കാര്യം തന്നെ. ഇപ്പോൾ സെമി ഇൻഫൈനൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗം ഇൻഫിനിറ്റി വരെ ഉണ്ട്, മറ്റേ ഭാഗം ഇത്രയേ ഉള്ളൂ. കണ്ടോ, സെമി ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരേ ആംഗിൾ എത്രയാണ്? ഒരാംഗിൾ θ1 എന്ന് പറയുന്നത് 90 ആണ്. θ2 എത്രയാണ്? ഇവിടെ ആംഗിൾ ഇല്ല, θ2 0. അപ്പോൾ അവിടേക്ക് നമുക്ക് പാരലൽ K λ/R, പെർപെൻഡിക്കുലർ K λ/R. ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലക്സിലേക്കാണ് പോകുന്നത്. ഫ്ലക്സിൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കണം. ശരി, E.dA അറിയാം. ശരി, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഏരിയ ഉണ്ട്,
അപ്പോൾ ഈ ഏരിയയിൽ കൂടെ എത്ര ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്, ഇതാണ് ഫ്ലക്സ്. ക്ലിയർ? ശരി. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോട്ട് എ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എങ്ങനെ എഴുതാം, ഇ എ കോസ് തീറ്റ എന്ന് എഴുതാം. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഇക്കും ഏരിയയ്ക്കും ഇടയിലുള്ള ആംഗിളാണ്. അപ്പോൾ ഏരിയയ്ക്ക് ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കും, എപ്പോഴും നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കും. നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ ഇങ്ങനെയാണ് ആംഗിൾ ഇട്ട് കൊടുക്കുക, ഇതല്ല ആംഗിൾ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇതൊരു ഏരിയ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇതാണ് ആംഗിൾ എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതല്ല ആംഗിൾ. സാർ ഇതാണല്ലോ സാർ ഏരിയ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ ഇതല്ല ആംഗിൾ. അല്ല, ഇതല്ല ആംഗിൾ. ഏരിയയ്ക്ക് 2 ഡയറക്ഷൻ ഉണ്ട്. ഏരിയയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്, സർഫസിൻ്റെ പെർപെൻഡിക്കുലർ ആണ്. സർഫസിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും ഏരിയ. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് ഏരിയയുടെ ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. 2 പേർക്കിടെയുള്ള ആംഗിൾ എത്ര, 0 ഡിഗ്രിയാണ്. തീറ്റ 0 ഡിഗ്രി. നമ്മളെ പഠിത്തമനുസരിച്ച് നമ്മൾ എന്ത് പറയും, ഇത് 90 ഡിഗ്രിയാന്ന് പറയും അല്ലേ. ഇത് തെറ്റാണ്. 90 അല്ല ആംഗിളായിട്ട് എടുക്കേണ്ടത്. ഏരിയ വെക്ടറിന് ഡയറക്ഷൻ ഉണ്ട്, സർഫസിന് പെർപെൻഡിക്കുലർ ആണ് ഏരിയ വെക്ടർ. ക്ലിയർ? അപ്പോൾ ആ ഏരിയ വെക്ടറിനും ഇലക്ട്രിക് ഫീൽഡിന് ഇടയിലുള്ള ആംഗിളാണ് നമ്മൾ തീറ്റയായിട്ട് എടുക്കേണ്ടത്. അതും ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ ഫ്ലക്സ് മാക്സിമം ആവുന്നത് എപ്പോഴാണ്, തീറ്റ 0 ആകുമ്പോൾ. തീറ്റ 0 ആകുമ്പോൾ തീറ്റ 0 ആകുമ്പോൾ ഫ്ലക്സ് എത്രയും മിനിമായി. അതുപോലെ തീറ്റ ഈക്വൽ ടു മിനിമം വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴുണ്ടാവുക, തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആകുമ്പോൾ. ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴാണ് എന്തുണ്ടാവുക, മിനിമം ആവുക. മാക്സിമം ആണത് 0 ഡിഗ്രിയിൽ. ക്ലിയർ? അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഉള്ളത് ഗോസസ് ലോ ആണ്. ശ്രദ്ധിക്കുക, ഗോസസ് ലോ എന്താ പറയുന്നത്, ഫ്ലക്സ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എൽ, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ കുറച്ച് ചാർജ് Q1, Q2, Q3 ഇതിൻ്റെ ചുറ്റൊരു സർഫസ് ഉണ്ട്. ഇതിൽ കൂടെയുള്ള ഫ്ലക്സ് ഓക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു Q നെറ്റ് ബൈ എപ്സിലോൺ 0. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇത് നമ്മൾ ഓൾറെഡി ഫോർമുല പഠിച്ചു. ഫ്ലക്സിൽ ഗോസസ് ലോ പറയണത് എന്താ, ഇതുപയോഗിച്ച് ഇതിൽ നിന്നുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. Q നെറ്റ് ബൈ എപ്സിലോൺ 0 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഗോസസ് ലോ പറയുന്നത്. ക്ലിയർ? അപ്പോൾ Q നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനുള്ളിലുള്ള ചാർജുകളെ എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇത് പ്ലസ് മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, സൈൻ അടക്കം ആഡ് ചെയ്യുക. ചാർജുകളെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും സൈൻ അടക്കം ആഡ് ചെയ്യുക. ക്ലിയർ? ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്, ഇതിൻ്റെ പുറത്തൊരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ചാർജ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ക്ലിയർ? ഓക്കെ. നമുക്കിപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വേണമെന്ന് വിചാരിക്കുക. ഗോസസ് ലോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡും കൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾ പുറത്തുള്ള ചാർജിനെ കുറിച്ച് മൈൻഡ് ചെയ്യേണ്ടത്. ചിലപ്പോൾ പുറത്തെ ഒരു ചാർജൊക്കെ തരും, ക്വസ്റ്റ്യനുകൾ കണ്ടിട്ടുണ്ട്, പുറത്ത് ചാർജുകൾ ഇരിക്കേണ്ട. ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട. ഗോസസ് ലോ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സർഫസിൻ്റെ അകത്തുള്ള ചാർജുകളെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. പുറത്തുള്ള ചാർജുകളെ മൈൻഡ് ചെയ്യേണ്ട. പുറത്തുള്ള ചാർജുകളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഗോസസ് ലോ ചെയ്യുമ്പോൾ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, മുന്നത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ക്യൂബിൻ്റെ സെൻറ്ററിൽ ഒരു ചാർജ്, ഈ നീല ഡോട്ട് കാണുന്ന ചാർജിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ക്യൂബിൻ്റെ സെൻറ്ററിലാണ് ചാർജ് എങ്കിൽ ഫ്ലക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, Q ബൈ എപ്സിലോൺ 0 ആണ് ഫ്ലക്സ് അല്ലേ. ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടെ നോക്ക്, നിങ്ങളൊരു ചാർജിനെ വെച്ചു, അതിനൊരു സ്ക്വയർ കൊണ്ട്, അതിനൊരു ക്യൂബ് കൊണ്ട് മൂടി, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ചാർജിനെ ഒരു സ്പിയർ കൊണ്ട് മൂടി. ഏതൊരു ക്ലോസ്ഡ് സർഫസ് കൊണ്ട് മൂടിക്കഴിഞ്ഞാലും ഇതിൽ നിന്നുള്ള ഫ്ലക്സ് എത്രയായിരിക്കും, Q ബൈ എപ്സിലോൺ 0. ക്ലിയർ? ഏത് ക്ലോസ്ഡ് സർഫസ് കൊണ്ട് മൂടി, ഷേപ്പ് നോക്കണ്ട, ഏത് സർഫസ് കൊണ്ട് മൂടിക്കഴിഞ്ഞാലും ഫ്ലക്സ് Q ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇവിടെ Q ബൈ എപ്സിലോൺ 0. ഇത് നോക്കി, ഇതിവിടെ ഈ ഒരു ഏരിയയില്ലേ, ഈ ഒരു സിംഗിൾ ഫേസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. സിംഗിൾ ഫേസിൽ നിന്ന് നോക്കടാ, ഇതിൽ നിന്ന് ഇവിടെ എന്തുണ്ട്, ഒരു ചാർജ് ഇരിക്കുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നിങ്ങളൊരു കംപ്ലീറ്റ് ക്യൂബ് കൊണ്ട് മൂടുക. കംപ്ലീറ്റ് ക്യൂബ് കൊണ്ട് മൂടുമ്പോൾ എത്ര, Q ബൈ എപ്സിലോൺ 0 അല്ലേ. അതായത് 6 ഫേസിൽ കൂടെ Q ബൈ എപ്സിലോൺ 0 പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഫേസിൽ കൂടെ ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. 6 ഫേസിൽ കൂടെ Q ബൈ എപ്സിലോൺ 0, അപ്പോൾ ഒരു ഫേസിൽ കൂടെ Q ബൈ 6 എപ്സിലോൺ 0. ആ രീതിയിൽ കൂടെയാണ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് കേട്ടോ. ആ രീതിയിൽ കൂടെ ആണ് ഈ എല്ലാ ആൻസറുകളും കിട്ടുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഫ്ലക്സ് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ആദ്യം നമ്മളതിനെ കംപ്ലീറ്റ് ആയിട്ട് മൂടുമ്പോൾ എത്ര, Q ബൈ എപ്സിലോൺ 0. എന്നിട്ട് അതിൻ്റെ എത്ര പാർട്ടാണ് ക്വസ്റ്റ്യനിലുള്ളത് നോക്കുക.
ക്ലിയർ? ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മൂടിയപ്പോൾ Q/ε0. ഇതിൻ്റെ 1/6 ആണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്തു? Q/6ε0. അപ്പോൾ ഈ ഫോർമുലാസ് പോയി ആയിട്ട് പഠിക്കുക. ഇവിടെ നോക്കി, ഇവിടെ നമ്മളൊരു ഈ ഒരു ഫേസ് ഇല്ലേ, ഈ ഫേസിൻ്റെ ഈ കോർണറിൽ നിന്നും A ഡിസ്റ്റൻസ് അകലെയാണ് ചാർജ്. അപ്പോൾ Q/24ε0 പഠിച്ചു വയ്ക്കുക. പിന്നെ നോക്കി, ഇവിടെ ക്യൂബിൻ്റെ ഇവിടെ ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ, ഈ ഒരു ക്യൂബിൻ്റെ ഇവിടെ ആയിട്ടാണ് കോർണറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്യൂബിൽ കൂടെ ഉള്ള ഫ്ലക്സ് Q/8ε0. ഇനി ഈ ക്യൂബിൻ്റെ മുകളിലത്തെ ഫേസിലാണ് Q/2ε0. നിങ്ങൾ മുകളിലും കൂടെ ഒരു ക്യൂബ് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എത്രയായിരിക്കും? Q/ε0. അപ്പോൾ താഴത്തെ ക്യൂബിൽ കൂടെ മാത്രം Q/2ε0. ഇനി ഈ ക്യൂബിൻ്റെ ഈ ഒരു സൈഡിലാണ് ഇരിക്കുന്നത് Q/4ε0. ഇതൊരു ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയറിൻ്റെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നിങ്ങൾ മുകളിലും കൂടെ ഒരു ഹെമിസ്ഫിയർ വെച്ച് കഴിഞ്ഞാൽ എത്രയും, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. മുകളിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ Q/ε0. അപ്പോൾ താഴത്തെ കൂടെ മാത്രം Q/2ε0. അതുപോലെ ഇതും കൂടെ പഠിച്ചു വയ്ക്കട്ടെ. ഇത് പ്രിസം പോലെ സാധനം എന്താ, ഇതിൻ്റെ ഇവിടെ വയ്ക്കുമ്പോഴോ Q/6ε0. അതും കൂടെ പഠിച്ചു വയ്ക്കുക. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു കണ്ടിന്യൂസ് ചാർജ്, നമ്മളിവിടെ 2 എണ്ണേ പറഞ്ഞുള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു 3 എണ്ണേ പറഞ്ഞുള്ളൂ. വീണ്ടും കണ്ടിന്യൂസ് ചാർജുകളുണ്ട്. അതുമൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പിന്നീട് കണ്ടുപിടിക്കുന്ന ഗോസസ് ലോ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം, ശ്രദ്ധിക്കാം. ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു കണ്ടിന്യൂസ് ചാർജിൽ ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു കണ്ടക്ടിങ് ഷെല്ല് അല്ലെങ്കിൽ സ്പിയർ, രണ്ടും പോസിബിൾ ആണ് കേട്ടോ. ക്ലിയർ? കണ്ടക്ടിങ് ഷെല്ല് അല്ലെങ്കിൽ സ്പിയർ, അതായത് കണ്ടക്ടിങ് ആണ്, മെറ്റലായിട്ടുള്ള ഒന്നുകിൽ ഷെല്ലെന്ന് പറയുമ്പോൾ ഹോളോ ആയിട്ടുള്ള സാധനം, അകത്തൊന്നുമില്ല. യെസ്, നമ്മുടെ തല പോലെ അകത്തൊന്നുമില്ല, പുറത്ത് മാത്രം ഹോളോ ആയിട്ടുള്ള ഷെല്ല്. ശരി. അതല്ലെങ്കിൽ സ്പിയർ ആവാം, അകത്തുള്ളത് എൻ്റെ തല പോലെ എൻ്റെ ഉള്ളിലുണ്ടല്ലോ, അപ്പോൾ അത് സ്പിയർ അല്ലേ? ശരി. അപ്പോൾ ഈ 2 പേരുടെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് സിമിലർ ആണ് കേട്ടോ. കണ്ടക്ടിങ് അല്ലെങ്കിൽ മെറ്റാലിക് ഷെല്ലിനും മെറ്റാലിക് സ്പിയറിനും ഇലക്ട്രിക് ഫീൽഡ് ഒരുപോലെയാണ് ഫോർമുലാസ്. ഓക്കെ. അപ്പോൾ 2 പേർക്കും അകത്ത് എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. കണ്ടക്ടറിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കണ്ടക്ടറിൻ്റെ അകത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അത് മെറ്റാലിക് മെറ്റാലിക് ഷെല്ലാണെങ്കിലും സ്പിയർ ആണെങ്കിലും അകത്തെന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ക്ലിയർ? നിങ്ങൾ കണ്ടക്ടറിലേക്ക് ചാർജ് കൊടുക്കുമ്പോൾ ചാർജ് എന്തെങ്കിലും പുറത്താണ് വന്ന് നിൽക്കുക. ശരി, കൂടുതൽ കഥകൾ പറയുന്നില്ല, ഇത് ഓർത്ത് വയ്ക്കുക കേട്ടോ. =0. അകത്ത് റേഡിയസിനേക്കാളും ചെറിയ ഡിസ്റ്റൻസിൽ ഇലക്ട്രിക് ഫീൽഡ് 0, റേഡിയസിനോട് ഈക്വൽ ആണെങ്കിൽ KQ/r². ഇതൊരു പോയിന്റ് ചാർജിന് സിമിലർ ആണ്. റേഡിയസിനേക്കാളും വലുതാണെങ്കിൽ KQ/r². ഓക്കെ. ഗ്രാഫ് ഇങ്ങനെയാണ് കണ്ടോ, റേഡിയസ് വരെ ഇത് 0, ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസ് തമ്മിലുള്ള ഗ്രാഫ്. സെൻറ്ററിൽ നിന്ന് റേഡിയസ് വരെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. റേഡിയസ് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റേഡിയസിന് ശേഷം സർഫസ് മുതൽ എന്ത് ചെയ്തു? പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? KQ/r² അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് അങ്ങനെയാണ്. അടുത്ത ശ്രദ്ധിക്കുക, രണ്ടാമത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നോൺ കണ്ടക്ടിങ് ഷെൽ. ഇത് നോൺ കണ്ടക്ടിങ് ഷെല്ലാണ്, അതായത് ഇൻസുലേറ്റിംഗ് ഷെല്ലാണ്. ഇൻസുലേറ്റിംഗ് ഷെല്ലിൻ്റെ കാര്യം ശ്രദ്ധിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ അകത്ത് ചാർജ് നിൽക്കും കണ്ടോ, കണ്ടക്ടറിൽ അകത്ത് ചാർജ് ഇല്ല, പക്ഷേ ഇൻസുലേറ്റിംഗ് ഷെല്ലിൽ എന്തുണ്ട്? നോൺ കണ്ടക്ടിങ് ഷെല്ലിൽ എന്തുണ്ട്? അകത്ത് ചാർജ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫോർമുല പഠിച്ചു വയ്ക്കുക. റേഡിയസിനേക്കാളും ചെറിയ ഡിസ്റ്റൻസ് അകലെ, അതായത് ഇതിൻ്റെ അകത്തെ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? KQ/r³. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ടോട്ടൽ ചാർജാണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ഇനി R=R, സർഫസ് പോയിന്റിൽ KQ/r². ഇത് ഓർത്ത് വയ്ക്കുക. നമുക്ക് നോൺ കണ്ടക്ടിങ് ആണെങ്കിലും കണ്ടക്ടിങ് ആണെങ്കിലും സർഫസിലെ ഫോർമുലാസ് എല്ലാവർക്കും സെയിം ആണ്. ശരി. അടുത്തത് R greater than R, ഔട്ട്സൈഡ് പോയിന്റ് എടുത്തു. ഔട്ട്സൈഡ് പോയിന്റിൽ ഇതാണ് ഫോർമുല, KQ/r² ആണ് ഫോർമുല. ക്ലിയർ? അപ്പോൾ ഇവിടെ മറ്റൊരു ഫോർമുല കൂടി ഉണ്ട്, അകത്ത് മറ്റൊരു ഫോർമുല കൂടി ഉണ്ട്. ഇതും കൂടെ പഠിച്ചു വയ്ക്കുക. ഇൻസൈഡ് പോയിന്റിൽ ഈ ഒരു ഫോർമുല കൂടെ പഠിച്ചു വയ്ക്കുക. ഗ്രാഫ് ഇങ്ങനെയാണ്, ഗ്രാഫും കൂടെ പഠിച്ചു വയ്ക്കുക. കണ്ടോ, ഇൻസൈഡ് നമുക്ക് ഇൻസൈഡ് R-ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഔട്ട്സൈഡോ? ഔട്ട്സൈഡ് എന്താ അവസ്ഥ? R²-ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ? അപ്പോൾ ഗ്രാഫ് പഠിച്ചു വയ്ക്കുക. ഇനിയുള്ളത് ചാർജ് ഡ്യൂ ടു ഷീറ്റ്. ഒരു സിംഗിൾ ഷീറ്റ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് σ/2ε0. σ/2ε0. ശരി. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നോൺ കണ്ടക്ടിങ് സിലിണ്ടർ. ഇത് വീണ്ടും നോൺ കണ്ടക്ടിങ് സിലിണ്ടർ ആണ്. നോൺ കണ്ടക്ടിങ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ചാർജ് എക്സിസ്റ്റ് ചെയ്യും. നോൺ കണ്ടക്ടിങ് എന്ന് പറയുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക, അകത്ത് ചാർജ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ റേഡിയസിനേക്കാളും ചെറിയ ഡിസ്റ്റൻസ് അകലെ, അതായത് സെൻറ്റർ ഉള്ളിലുള്ള പോയിന്റുകൾക്ക് ഇതാണ് ഫോർമുല. ഓക്കെ. റേഡിയസിനോട് ഈക്വൽ ആണ്, അതായത് സർഫസിലെ പോയിന്റുകൾക്ക് ഇതാണ് ഫോർമുല. റേഡിയസിനേക്കാളും കൂടുതലാണ് ഔട്ട്സൈഡ് പോയിന്റുകൾക്ക് ഇതാണ് ഫോർമുല. ക്ലിയർ? ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഗ്രാഫ് ഇങ്ങനെയാണ്.
ഇവിടെ ശ്രദ്ധിക്കുക, ഈ രണ്ട് ഗ്രാഫുകളും തമ്മിലൊരു വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇൻസൈഡ് രണ്ടുപേർക്കും ഗ്രാഫ് സെയിം ആണ്. കണ്ടോ, ആറിനാണ് പ്രപ്പോർഷണൽ, ഇവിടെയും ആറിനാണ് പ്രപ്പോർഷണൽ, ആറിന് പ്രപ്പോർഷണലാണ്. ഔട്ട്സൈഡോ, ഔട്ട്സൈഡ് ഇവിടെ ആർ സ്ക്വയറിനാണ് പ്രപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലേ. ഇവിടെ ആർ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, ഇവിടെയോ, ഇവിടെ ആറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. കാണുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നുമെങ്കിലും ഇവിടെ ആറിനാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, ഇവിടെ ആർ സ്ക്വയറിനാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. ഇതിൻ്റെ ഡൈപോൾ ഞാനിതിൽ ചെയ്തിട്ടില്ല, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഡൈപോളിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ ബാക്കി അവസ്ഥകളനുസരിച്ച്, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടൻഷ്യലിൽ ചെയ്യാം, ഇഫ് യു നീഡ്. താങ്ക് യു സോ മച്ച്.